പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബംഗളൂരിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉയരുന്നത്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയധികം പരാജയമാവാനുള്ള പ്രധാന കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. ഒരുപാട് നല്ല ഇന്ത്യൻ സൈനിങ്സ് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ജീക്സന്റെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഇതൊരു ബിസിനസ് ആയിരിക്കാം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അങ്ങനെയല്ല. അവർ ഈ ഒരു ക്ലബിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇന്നലെ മത്സരം കാണാനെത്തിയ ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തിയ പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കേഴ്സ് മാക്സിമം ഗോൾ സ്കോർ ചെയ്യാൻ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡേഴ്സ് ആവട്ടെ ഗോൾ കൺസീഡ് ചെയ്യാനാണ് നോക്കുന്നത്. കോച്ച് മിഗാൽ സ്റ്റെഹറയുടെ ടാക്ടിക്സ് ആണെങ്കിൽ വർക്കാവുന്നതുമില്ല. ഇത്രയധികം മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ട് പോലും കോച്ചിന്റെ ടാക്ടിക്സിൽ എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ വരുത്താത്തത്? കോച്ചിനെ മാറ്റുകയും അതുപോലെ തന്നെ ജനുവരിയിൽ നല്ല പ്ലേയേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല നല്ല ക്വാളിറ്റി ഇന്ത്യൻ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുമെന്നുള്ളത്. നല്ല ക്വാളിറ്റി ഇന്ത്യൻ താരങ്ങൾ ഉണ്ടായിരുന്ന ടീമിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെയൊക്കെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് അൽവാരോ വാസ്ക്വസ്. ഇന്നലെ ബംഗളൂരു എഫ്സിക്കെതിരെയുള്ള മത്സരം കാണുന്നതിന്റെ ചിത്രമൊക്കെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ഒരുപക്ഷെ ആ ഒരു മത്സരത്തിന്റെ റിസൾട്ട് അദ്ദേഹത്തിനെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഈ ഒരു പരാജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ കളിച്ച 11 മത്സരങ്ങളിൽ 6 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ മോശമൊരു സീസണാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മിഗാൽ സ്റ്റെഹറയ്ക്ക് പകരമായിട്ട് ഇവാൻ യുക്കോമാനോവിച്ചിനെ തിരികെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്നത്. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മലയാളി താരമായിട്ടുള്ള വിപിന്റെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിപിന് ഒരു മാസത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്ന വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിപിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.